ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന, നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. പ്രത്യേകിച്ച് തെക്കൻ ഭദ്രാസനങ്ങളിൽ വൻതോതിലുള്ള മൈഗ്രേഷനാണ് നടന്നിരിക്കുന്നത്. പല പള്ളികളിലും സൺഡേ സ്കൂളുകളില്ല, യുവജന പ്രസ്ഥാനങ്ങളില്ല. അതുകൊണ്ട് യാക്കോബായക്കാര് മിടുക്കന്മാരായി എന്ന അർത്ഥമില്ല. യാക്കോബായക്കാരുടെ വിദേശത്തേക്ക് പോകുന്ന ആളുകളുടെ മേൽ പിന്നീട് പുത്തൻകുരിശിന് വലിയ സ്വാധീനമൊന്നുമില്ല. അതാത് സ്ഥലങ്ങളിൽ രൂപപ്പെടുന്ന അധിഭദ്രാസനങ്ങളുടെ കീഴിലേക്ക് അവർ ചേർക്കപ്പെടും. അതിൽ എത്ര പേര് ചേരുന്നു അത്രയും പേരും. രണ്ടു കൂട്ടരും പരസ്പരം അംഗീകരിച്ച് സമാധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ രണ്ടു കൂട്ടരും ഒരുപോലെ നശിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോകം ഒരു കുടക്കീഴിലേക്ക് ഗ്ലോബൽ വില്ലേജായി മാറുന്ന വിവര സാങ്കേതിക വിസ്ഫോടനത്തിന്റെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അന്ന് കിട്ടിയ പരിഗണനയും പ്രസക്തിയും പദവികളും ആദരവുകളും കിട്ടും എന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ്. കാലത്തിനൊത്ത് കാലികമായി ആധുനികമായി പരിവർത്തനപ്പെടുവാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനം കാലത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കും. ഒന്നായാൽ നന്നായി എന്ന് ഞാൻ പറഞ്ഞ കുഞ്ഞുണ്ണിയുടെ കവിതയാണ്. അപ്പൊ ഇവർക്ക് സമാധാനമുണ്ടാക്കാൻ ആയിരക്കണക്കിന് അവസരമുണ്ടായിരുന്നു. എല്ലാ അവസരങ്ങളെയും തട്ടിത്തെറിപ്പിച്ചു. ഇപ്പോ ആസന്നമായിരിക്കുന്ന അപകടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അടങ്ങുക, ഒത്തുങ്ങുക, ഇതാണ്. ഓർത്തഡോക്സ് സഭയുടെ സ്റ്റാറ്റസ് എന്താണ്? സ്ഥിതി എന്താണ്? 33 മറ്റോ മെത്രാന്മാരുണ്ട്. ഇനിയും മെത്രാന്മാരെ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. ഓർത്തഡോക്സ് സഭ എന്നോട് പിണങ്ങാതെ, മുൻവിധി കൂടാതെ, സ്ഥിരചിത്തരായിട്ട്, സമചിത്തതയോടെ, സാവധാനതയോടെ നിങ്ങൾ കേൾക്കൂ. ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന, നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഓർത്തഡോക്സ് വിഭാഗം. ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ പ്രധാന തൂണുകളൊക്കെ തകർന്നു. പ്രത്യേകിച്ച് തെക്കൻ ഭദ്രാസനങ്ങളിൽ വൻതോതിലുള്ള മൈഗ്രേഷനാണ് നടന്നിരിക്കുന്നത്. പല പള്ളികളിലും സൺഡേ സ്കൂളുകളില്ല, യുവജന പ്രസ്ഥാനങ്ങളില്ല. യുവജന പ്രസ്ഥാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഓർത്തഡോക്സുകാർ പുതിയൊരു പ്രസ്ഥാനം തുടങ്ങി. 40 വയസ്സിന് മുകളിലുള്ള വയോജന സംഘം, 60 വയസ്സിന് മുകളിൽ. അതുകൊണ്ട് 40 മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് വേണ്ടി അവർ പുതിയ സംഘടന ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഓർത്തഡോക്സ് സഭയിൽ ഉള്ള ജനങ്ങൾ 40-നും 60-നും ഇടയിൽ പ്രായമുള്ളവരാണ് കൂടുതൽ. യുവജനങ്ങൾ നാടുവിട്ടു. ആസ്ട്രേലിയ, കാനഡ, അമേരിക്ക, ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, അയർലൻഡ്, പോളണ്ട് എന്ന് തുടങ്ങി നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഫിജി ഐലൻഡിലും ജിജുബൂട്ടിയിലും വരെ ഓർത്തഡോക്സുകാർ ചെന്ന് കയറിപ്പറ്റി. ജർമ്മനിയില്, ഇറ്റലിയില്, ഫ്രാൻസില് എല്ലായിടത്തേക്കും പോയി. തെങ്ങിന്റെ പൂക്കുല കരിങ്കല്ലെ തല്ലുന്ന പോലെ ഓർത്തഡോക്സുകാർ ചിതറിപ്പോയി എന്നുള്ളതാണ്. തെങ്ങിന്റെ പൂക്കുല കരിങ്കല്ലിൽ തല്ലുന്നത് പോലെ ഓർത്തഡോക്സ് യുവാക്കൾ ചിതറിപ്പോയി. വിശുദ്ധരത്നങ്ങൾ ഇതാ ചിതറിക്കിടക്കുന്നുവെന്ന് യെരമ്യാ പ്രവാചകൻ വിലപിക്കുന്നുണ്ടത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക് ഭവിച്ചു. ചിതറിപ്പോയവർ അവിടെ സഞ്ചരിച്ചുവെന്ന് പ്രവൃത്തികളുടെ പുസ്തകത്തിലുണ്ട്. പക്ഷേ ഇവിടെ ചിതറിപ്പോയവർ പല കൂടുകളിലേക്കും കയറി എന്നുള്ളതല്ലാതെ അവരെ തിരിച്ച് ഗാദർ ചെയ്യുവാൻ വേണ്ടി ഇവർ ശ്രമിച്ചു. അത് മെത്രാന്മാര് ചെറുവിരല് പോലും അനക്കേട്ടില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ചെന്ന അൽമായർ താല്പര്യമെടുത്ത് ചെറിയ പള്ളികളൊക്കെ സ്ഥാപിച്ചു. അവർ പള്ളികളൊക്കെ സംഘടിപ്പിച്ചപ്പോൾ അവിടെ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് തന്നാൽ ഞങ്ങൾ വരാമെന്നൊക്കെ മെത്രാന്മാർ പറഞ്ഞെന്നാ കേട്ടത്. എനിക്കറിയത്തില്ല, അങ്ങനെ മെത്രാന്മാർ പറഞ്ഞു കാണും. ഈ അടിമകളായ ഗതികെട്ട ജന്മങ്ങൾ അതും ചെയ്തു. പക്ഷെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം, 100 പേര് പോയാൽ 20 പേരെ പള്ളി കിട്ടിയുള്ളൂ. 80 പേർ അപ്രത്യക്ഷരായിപ്പോയി. വാനിഷ്ഡ് ഇൻ ടു തിൻ എയർ. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ വന്നിട്ടുള്ള കുടുംബങ്ങളിൽ പുതുതായിട്ടുണ്ടാകുന്ന കുട്ടികളെ പള്ളിയിലേക്ക് അട്രാക്ട് ചെയ്യുവാനുള്ള യാതൊരു ടൂൾസും ഇവരുടെ കയ്യിലില്ല. വലിയ പ്രതിസന്ധിയാണ് സഭ നേരിടുന്നത്. ഈ കാലഘട്ടത്തിലെ മൈഗ്രേഷൻ സഭയെ തകർത്തിരിക്കുകയാണ്. ഈ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ആ മാമൂലനുസരിച്ച് ചില ആഭിമുഖ്യമൊക്കെ ഉള്ളത് കൊണ്ട് മെത്രാന്മാർ ചെല്ലുമ്പോൾ ഒരു സ്വീകാര്യതയും ഒരു ആദരവും ഒക്കെ കിട്ടുന്നു എന്നേ ഉള്ളൂ. ഇറ്റ് ഇസ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം. ഫ്യൂ ഇയേഴ്സ് കഴിഞ്ഞാൽ അവർക്ക് അത്തരത്തിലുള്ള ആദരവുകളോ പരിഗണനകളോ കിട്ടില്ല. കാരണം പാശ്ചാത്യ സംസ്കാരത്തിൽ മൂല്യബോധങ്ങളിൽ വളരുന്ന ആളുകൾ ഓ അമ്പ്രാന്നോ റാനെന്നോ തിരുമേനിന്നൊന്നും വിളിച്ച് മൂളി നിൽക്കുന്ന കാലഘട്ടം പോയി. അതുകൊണ്ട് സഭയുടെ അടിസ്ഥാനം തന്നെ, അതിന്റെ പ്രകൃതം തന്നെ, അതിന്റെ സ്ട്രക്ചർ തന്നെ തകർന്നിരിക്കുന്ന കാലഘട്ടമാണ്. യാക്കോബായ സഭയ്ക്കും സമാന അനുഭവമാണ് ഉള്ളത്. എങ്കിൽ തന്നെയും വടക്കൻ പ്രദേശങ്ങളിൽ മൈഗ്രേഷൻ അത്രയും കൂടുതലല്ലാത്തതുകൊണ്ട് കേരളത്തിൽ കുറെ കൂടെ യാക്കോബായക്കാർക്ക് സാന്നിധ്യമുണ്ട്. അതും ഒരു
സമയം വരേ ഉള്ളൂ. കൂടുതലായിട്ട് ഇത് ബാധിച്ചത് ഓർത്തഡോക്സ് വിഭാഗത്തെയാണ്. അതുകൊണ്ട് യാക്കോബായക്കാര് മിടുക്കന്മാരായി എന്ന അർത്ഥമില്ല. യാക്കോബായക്കാരുടെയും വിദേശത്തേക്ക് പോകുന്ന ആളുകളുടെ മേൽ പിന്നീട് പുത്തൻകുരിശിന് വലിയ സ്വാധീനമൊന്നുമില്ല. അതാത് സ്ഥലങ്ങളിൽ രൂപപ്പെടുന്ന അതിഭദ്രാസനങ്ങളുടെ കീഴിലേക്ക് അവർ ചേർക്കപ്പെടും. അതിൽ എത്ര പേര് ചേരുന്നു അത്രയും പേരും. അതുകൊണ്ട് പുത്തൻകുരിശിൽ നിന്ന് അവർക്ക് ഫർദർ കൺട്രോൾ ഒന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ ഇടയ്ക്ക് ഫേസ്ബുക്കിലെ ഒരു യാക്കോബായ പേജിൽ ഒരു പോസ്റ്റിൽ ഒരു നിലവിളി ശബ്ദം കേട്ടു. കാരണം അമേരിക്കയിലുള്ള മലയാളികളായ വിശ്വാസികൾ നമ്മുടെ യാക്കോബായ സഭയുടെ കീഴിലല്ലയോ അല്ല, ഒരു നിലവിളി ശബ്ദം ഇടൂ എന്ന് ജഗതി പറഞ്ഞ പോലെ നിലവിളി ശബ്ദം ഇട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ പോകുന്നതാണ്. വലിയ പ്രതിസന്ധിയാണ്. അപ്പൊ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു പോകുന്ന ആളുകൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു അനുഭവത്തിൽ ഇന്ന് സഭ ഇരിക്കുകയാണ്. സഭയുടെ നേരിടുന്ന പ്രതിസന്ധിയാണ്. വളരെ ശക്തമായിട്ട് ഈ സഭാ തർക്കങ്ങൾ ഉന്നയിക്കുകയും വാദിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ എല്ലാം 80 വയസ്സിന് മുകളിലുള്ളവരാണ്. ഈ പറഞ്ഞ മത്തായി ഇടയൻ അതിനെ പോലെയൊക്കെയുള്ള ചില കടൽ കിഴവന്മാർ, അവരാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ, അതുപോലെ വാട്സാപ്പ് പോരാളികൾ എല്ലാം വൃദ്ധരാണ്. യങ് ജനറേഷന് ഒരു തരത്തിലും റിലേറ്റ് ചെയ്യപ്പെടാൻ പറ്റാത്ത, റെലവൻസ് ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. മലങ്കര സഭയിലെ ഈ ഡിസ്പ്യൂട്ടുകൾ ഇതിനകത്തൊന്നും യങ് ജനറേഷൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല, അവർക്ക് മനസ്സിലാവുന്നില്ല. പിടിവാശിയുള്ള കുറെ ഈ ഐറേനിയസിനെ പോലെയുള്ള ഇന്ത്യൻ ഓർത്തഡോക്സിലെ ഐറേനിയസ്, ഇവിടെ അമേരിക്കയിലെ മേരിലാൻഡിൽ വന്നൊരു പെന്തക്കോസുകാരന്റെ വീട്ടിലായിരുന്നു താമസം. പെന്തക്കോസുകാരനെയും അദ്ദേഹത്തെയും കൂടെ അവർ തമ്മിലുള്ള ഒരു അവിശുദ്ധ ബന്ധമായിരുന്നു. ഐറേനിയസ് എന്ന് പറഞ്ഞ കൊച്ചിയിലെ മെത്രാച്ചന്റെ കാര്യം പറയുന്നത്. ഷിബു ലൂക്ക് എന്നാണ് അവന്റെ പേര്. അത് പെന്തക്കോസുകാരന്റെ വീട്ടിൽ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അവരൊക്കെ പറയുന്നത് എത്രമാത്രം വിഷമാണ് തുപ്പുന്നതെന്ന് നിങ്ങൾക്കറിയാം. വിഷം തുപ്പുകയാണ്. ഇവരൊക്കെ ആരാണ്? എല്ലാവരും കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചവരാണ്. അവർ ഈ നൂറ്റാണ്ടിനൊരു ബാധ്യതയായിട്ട് ഇത്തരം വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വർക്ക് ചെയ്യുന്ന തലച്ചോറുള്ള യങ് ജനറേഷനിൽപ്പെട്ട മെത്രാച്ചന്മാർക്ക് കുറെ കൂടെ ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. അവർക്ക് മനസ്സിലായി ഇത് അപകടത്തിലേക്കാണ് സഭ പോകുന്നത്. നമ്മൾ 100 പ്രാവശ്യം ഈ ലൈവുകളിലൂടെ പറഞ്ഞതാണ്. അത് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗമാണെങ്കിലും യാക്കോബായ വിഭാഗമാണെങ്കിലും വളരെ വേഗം എക്സ്റ്റിങ്ഷനിലേക്ക് നീങ്ങുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒന്നായാൽ നന്നായി, ഒന്നായാൽ നന്നായി എന്ന് ഞാൻ പറഞ്ഞല്ല, കുഞ്ഞുണ്ണിയുടെ കവിതയാണ്. അപ്പൊ ഇവർക്ക് സമാധാനമുണ്ടാക്കാൻ ആയിരക്കണക്കിന് അവസരമുണ്ടായിരുന്നു. എല്ലാ അവസരങ്ങളെയും തട്ടിത്തെറിപ്പിച്ചു. ഇപ്പോ ആസന്നമായിരിക്കുന്ന അപകടത്തിലേക്ക് എത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി മോദിയെ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ ഓർത്തഡോക്സുകാർ പറയുന്നു യാക്കോബായക്കാർക്ക് പണി കിട്ടിയെന്ന്. യാക്കോബായക്കാർ പല ആളുകളും ചിന്തിക്കുന്നത് ശരിയായിരിക്കും. പക്ഷെ സത്യത്തിൽ യാഥാർത്ഥ്യം അതൊന്നുമല്ല. രണ്ടു കൂട്ടരും പരസ്പരം അംഗീകരിച്ച് സമാധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ രണ്ടു കൂട്ടരും ഒരുപോലെ നശിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയണം. ഈ ഫൈനൽ കോൾ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒരു കാലഘട്ടമാണിത്. നിങ്ങൾ ഈ വേഷവും പത്രാസും ഒക്കെ കാണിച്ചാൽ ഇപ്പം പുതിയ തലമുറയ്ക്കൊന്നും ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ ചിന്തിക്കുന്ന പ്രസക്തിയൊന്നും നിങ്ങൾക്കില്ല. അതൊരു കാലഘട്ടത്തിൽ ചില പഞ്ചായത്തുകളുടെ പരിധിയിൽ നിന്നിരുന്നപ്പോൾ, അതിനപ്പുറത്തേക്ക് നമ്മുടെ ശബ്ദം പോകാതിരുന്നപ്പോൾ, നമ്മുടെ ചിന്തകൾ പോകാതിരുന്നപ്പോൾ, ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പ്രസക്തി ഇന്ന് ഈ ആഗോളീകരണത്തിന്റെ കാലത്ത് ലോകം ഒരു കുടക്കീഴിലേക്ക് ഗ്ലോബൽ വില്ലേജായി മാറുന്ന വിവര സാങ്കേതിക വിസ്ഫോടനത്തിന്റെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അന്ന് കിട്ടിയ പരിഗണനയും പ്രസക്തിയും പദവികളും ആദരവുകളും കിട്ടും എന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ്. കാലത്തിനൊത്ത് കാലികമായി ആധുനികമായി പരിവർത്തനപ്പെടുവാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനം കാലത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കും. അടങ്ങുക, ഒതുങ്ങുക, ഇതാണ്.